ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു തേങ്ങ റൈസാണ്, തേങ്ങാച്ചോറ്. അതിനായി ഒരു 2 ഗ്ലാസ് നല്ല സോന മസൂരി റൈസാണ്, ചെറിയ റൈസാണ് ഞാൻ എടുത്തുള്ളത്. അത് നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരക്കപ്പ് തേങ്ങ, ഒരു സവാള ഇട്ടിട്ടുണ്ട്, ഒരു ക്യാരറ്റ്, പിന്നെ കുറച്ച് സ്പൈസസ്, ഒരു അര സ്പൂൺ ഉലുവ, അര സ്പൂൺ ഉപ്പ്, മഞ്ഞൾപ്പൊടി. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിലാണ്. ആദ്യം നമുക്ക് ഇതെല്ലാം കുക്കറിലേക്ക് ഇടാം. കുക്കറിൽ എടുത്തിട്ടുണ്ട്. ആദ്യം കുക്കറിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അരി ഇതിനകത്തേക്ക് ഇടാം. സവാള, ക്യാരറ്റ്, സ്പൈസസ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉലുവ അര സ്പൂൺ, ഉപ്പ്, ചെരുകിയ തേങ്ങ ഒരു അരക്കപ്പ്. 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തുള്ളത്. അതിനകത്തേക്ക് ഒരു 4 ഗ്ലാസ് നമുക്ക് വെള്ളം ഒഴിക്കാം. ഇനി നമുക്ക് കുക്കർ ഒരു വിസിലടിക്കുന്നത് വരെ നമുക്ക് സ്റ്റവിൽ വയ്ക്കാം. കുക്കർ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് കുക്കർ അടയ്ക്കാം. കുക്കറിലെ ഗ്യാസൊക്കെ വേണ്ടത് നമുക്ക് തുറന്ന് നോക്കാം. നല്ല അടിപൊളി തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട്. നല്ല തേങ്ങാച്ചോറ്. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് പുതിനയിലയും തേങ്ങ കൂടി ചേർക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടിപൊളി തേങ്ങാച്ചോറ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ബീഫ് കറിയാണ് ഉത്തമം. പക്ഷെ ഞാൻ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് നല്ല കുടംപുളി ഇട്ടച്ച മത്തിക്കറിയാണ്. ഇനി മത്തിക്കറി ഉണ്ടാക്കാം. കൂടെ കഴിക്കാനായി നല്ല കുടംപുളി ഇട്ട മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഉച്ചയൂണ്. തേങ്ങാച്ചോറ്, കുടംപുളിയിട്ട മത്തിക്കറി, മത്തി ഫ്രൈ ചെയ്തത്, പപ്പടം. നല്ലൊരു ഉച്ചയൂണാണിത്. അപ്പോൾ നമുക്ക് കഴിച്ചാലോ. എന്നാൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി എത്തുന്നതായിരിക്കും. താങ്ക് യു.